ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ക്രിസ്മസ് ഒക്കെ ആവാറായി. അപ്പോൾ ക്രിസ്മസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വട്ടയപ്പം റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അരിപ്പൊടിയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്നു വന്നു. ഇനി വെള്ളം വാർത്ത് കുതിർത്തിട്ടുള്ള അരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറു ചൂടുവെള്ളം 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ ചെറു ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. അങ്ങനെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 1.5 കപ്പ് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. തരിയൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. അങ്ങനെ 1/4 കപ്പ് വെള്ളവും ബാറ്ററും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് കുറുക്കിയെടുക്കുമ്പോൾ ഒരു കയ്യിൽ വെച്ച് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഹാർഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു സോഫ്റ്റായി കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ദാ കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയതും നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറുക്കും, ഇപ്പോൾ ഈ കുറുക്കി ചേർക്കുന്നത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചോറ് ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള അരിയുടെ ബാറ്ററിൽ നിന്നും കുറച്ച് ബാറ്റർ കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. നാളികേരവും ആ കുറുക്കി ചേർത്തൊക്കെ നല്ലതുപോലെ അരഞ്ഞു വരുന്ന വിധത്തിൽ അരച്ചെടുക്കുക. കണ്ടില്ല, നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും പിന്നെ ബാക്കിയുള്ള അരി അരച്ച മാവും കൂടി ചേർത്തിട്ട് ഒരു കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവും ചെയ്യും. അതുപോലെ പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ നടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വട്ടയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇതൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആവുമ്പോൾ ഈ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ നടന്ന് പൊങ്ങി വരും. തണവ് കൂടുതലുള്ള സ്ഥലമാകുമ്പോൾ കുറച്ച് ടൈം കൂടുതലെടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കയ്യിൽ വെച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനി ഒരു കിണ്ണത്തിലോട്ട്, ഏത് പാത്രത്തിലാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് കിണ്ണം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇത് നമ്മൾ എത്ര തിക്നെസ്സിലാണ് വട്ടയപ്പം വേണ്ടത് എന്നനുസരിച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റീമറിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള കിണ്ണ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ മൂടി തുറക്കാൻ പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം പെട്ടെന്ന് തന്നെ താന്നു പോവുകയും ചെയ്യും. കട്ടിയായിട്ടായിരിക്കും നമ്മുടെ വട്ടയപ്പം ഇരിക്കുക. അതുകൊണ്ട് മൂടി വെച്ച് പിന്നെ തുറക്കരുത്. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അരി അരയ്ക്കാതെ അരിപ്പൊടി വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈസ്റ്റ് ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള വട്ടയപ്പവും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.